ഹലോ എവരിവൺ, എൻ്റെ യാത്രകൾ ടീമിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മറ്റൊരു വെള്ളച്ചാട്ടത്തിലാണ്. ഇടുക്കി ജില്ലയിൽ അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു വെള്ളച്ചാട്ടം. ഇന്ന് നമ്മളുള്ളത് പുന്നയാർ വെള്ളച്ചാട്ടത്തിലാണ്. വെൽക്കം ടു പുന്നയാർ വാട്ടർഫാൾസ്. പുന്നയാർ വാട്ടർഫാൾസിന് രണ്ട് വാട്ടർഫാൾസ് ഉണ്ട്, എയും ബിയും. അതിൽ എ എന്ന് പറയുന്ന വാട്ടർഫാൾ താഴത്തോട്ടും ബി അതിൻ്റെ അടുത്തുമാണ്. ഗൂഗിൾ മാപ്സിൽ പുന്നയാർ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ലൊക്കേഷൻ പുന്നയാർ വെള്ളച്ചാട്ടം എയിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ വരെ എത്തുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പാലം കാണാം. ആ പാലം കയറരുത്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ വണ്ടി വെക്കാം. കാറിലൊക്കെ വരുമ്പോൾ ഇവിടെ വണ്ടി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ വണ്ടി വെച്ചിട്ട് ആ കോൺക്രീറ്റ് റോഡ് ഉണ്ടോ, ആ വഴിയാണ് നമുക്ക് എ വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ടത്. ഈ വഴി വണ്ടിയൊന്നും വരില്ല കേട്ടോ. ബൈക്കാണെങ്കിലും മഴക്കാലൊക്കെ ആണെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. ഒരു കശുമാവിൻ തോട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് പല വഴികൾ കാണും, ക്രോസ് റോഡ്സ് കാണും. അതിലൊന്നും പോകണ്ട, സ്ട്രെയിറ്റ് വരിക. ഇതുണ്ടോ, അവിടെ പുഴ ഒഴുകുന്നുണ്ടോ, അതിന് പാരലായിട്ട് നടന്നാൽ മതി. ഇങ്ങനെ നല്ല വഴുക്കലാണ്. ഭീമല ആ വഴി പോകുന്നത്, ഞാൻ ഈ വഴി പോയാലോന്ന് വിചാരിക്കും. ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ കയറ്റൊക്കെ തിരിച്ച് കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. ഇതുവരെ നമ്മൾ നേരെ വഴിയാണ് വന്നതെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. ഈ വഴിയാണ് പോകണ്ടേ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് അവിടെ വെള്ളച്ചാട്ടമുണ്ട് കണ്ടോ. അതുകൊണ്ട് വഴി തെറ്റാൻ ചാൻസ് ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്ന ഓഡിയോയിൽ ഭയങ്കരമായ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പുന്നയാർ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര ഒച്ചയാണ് ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ. എത്രമാത്രം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാണ്, ഒരു മിനി അതിരപ്പള്ളി വെള്ളച്ചാട്ടം തന്നെ നമുക്ക് പറയാം. നമ്മളിപ്പോൾ വന്ന സമയത്ത് നല്ല വെള്ളമുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നല്ല അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാണ്. നമ്മൾ അടുത്ത കാലത്ത് വന്ന് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് പുന്നയാർ വെള്ളച്ചാട്ടത്തിലെ വെള്ളച്ചാട്ടം. അവിടെ വരെ നമുക്ക് പോയി കയറാട്ടെ. ഇപ്പോൾ വഴുക്കലാണെന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ നോക്കട്ടെ എവിടെ വരെ പോകാൻ പറ്റും. ഈ വഴി പോയി കഴിഞ്ഞാൽ അവിടെ വരെ എത്താം. ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും വെള്ളത്തിൻ്റെ ഒച്ചയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര എന്താ പറയുക, വെള്ളം അടിച്ച് കയറാണ്. ഈ പൊരി വെയിലൊക്കെ നമ്മളിവിടെ നിന്നിട്ട് നമുക്ക് ചൂടറിയുന്നില്ല. ഇത് കണ്ടോ. അങ്ങനെ പുന്നയാർ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ചോട്ടിൽ പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. പക്ഷെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബി വെള്ളച്ചാട്ടത്തിലേക്കാണ്. ബി വെള്ളച്ചാട്ടം റോഡിന്റെ വളരെ അടുത്താണെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഇറങ്ങി വന്ന വഴിയൊക്കെ ഇനി തിരിച്ച് കയറണം. ബി വെള്ളച്ചാട്ടത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പുന്നയാർ വെള്ളച്ചാട്ടത്തിലോട്ടുള്ള എൻട്രിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇത് പുന്നയാർ വെള്ളച്ചാട്ടം ബിയിലോട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് പുന്നയാർ വെള്ളച്ചാട്ടം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി പുന്നയാർ വെള്ളച്ചാട്ടം ബിയിലോട്ടാണ്. എയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നേക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പുന്നയാർ വെള്ളച്ചാട്ടം ബിയിലോട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പുന്നയാർ വെള്ളച്ചാട്ടം ബിയിലോട്ടുള്ള യാത്ര കേട്ടോ. ഇത് റോഡിൽ നിന്ന് അധികം ദൂരമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ രണ്ടാമത് വന്നത്. സാധാരണ എൻട്രി ഇവിടെ സ്വാഗതം എന്ന് കാണുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും വരിക. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അറിയാൻ പറ്റണം എന്നില്ല. അപ്പോൾ അവിടെയുണ്ട്, അതാണ് ഇതാണ് ബി. നമ്മൾ ബി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ആരോ മാർക്കുകൾ കാണും കേട്ടോ, വെള്ളച്ചാട്ടത്തിലോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. കാരണം ഇവിടെ ഫുള്ള് പാറകളും വെള്ളമൊക്കെ ഉണ്ട്. ഇത് അതിലേക്കൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ആരോ മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. അത് നോക്കി വരുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്താൻ പറ്റും. ശ്രദ്ധിക്കുക, നല്ല പോലെ വഴുതുന്നുണ്ട്. പക്ഷേ വെള്ളച്ചാട്ടത്തിൽ പോയി വന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇതൊന്നും ഒരു വഴുക്കലായി തോന്നുന്നില്ല. ഇത് താരതമ്യേന വളരെ സിമ്പിളായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പുന്നയാർ ബി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. റോഡിന്റെ വളരെ അടുത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ഒച്ചയാണ് ഇവിടെ. പക്ഷെ എന്നിരുന്നാലും വെള്ളച്ചാട്ടത്തിന് അത്രയും മിസ്റ്റ് ഇവിടെ ഇല്ല, കാരണം അത്രയും ഉയരത്തിനല്ല ഇത് വീഴുന്നത്. പക്ഷെ ബ്യൂട്ടിഫുൾ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുളിക്കുകയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടംപോലെ ആൾക്കാർ ഈ പുന്നയാർ വെള്ളച്ചാട്ടം ബിയിൽ വന്ന് പോകുന്നുണ്ട്. എന്നിരുന്നാലും വളരെ നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ബി വെള്ളച്ചാട്ടവും. അങ്ങനെ എൻ്റെ യാത്രകൾ ടീമിന്റെ പുന്നയാർ വെള്ളച്ചാട്ടത്തിലെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു സ്ഥലത്ത് പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ഫ്രം ടീം എൻ്റെ യാത്രകൾ.